അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പുതിയ വാർത്തകൾ, പുതിയ വിശേഷങ്ങൾ. ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് സമാധാനം. മാർപ്പാപ്പ. നവംബറിൽ മാർപ്പാപ്പ പെറുവിലെ 5 നഗരങ്ങൾ സന്ദർശിക്കും. മെക്സിക്കോയിലെ റോഡുകൾ നിറയെ തിരുഹൃദയ ചിത്രങ്ങൾ. ഹോങ്കോങ്ങിലെ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാംഗം ഫാദർ എബ്രഹാം പള്ളിവാതുക്കലിന് വിട. വാർത്തകൾ വിശദമായി. യഥാർത്ഥ സമാധാനം മനുഷ്യക്രമങ്ങളുടെ ഫലമല്ലെന്നും ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവിക സമ്മാനമാണെന്നും ലിയോ 14 പാപ്പ. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മണിക്കൂറോളം സ്ക്രീനുകൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കുന്നതിനും പ്രാർത്ഥനയ്ക്കും യഥാർത്ഥ സൗഹൃദങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും വിശ്വാസ വളർച്ചയ്ക്കും വേണ്ട സമയം നഷ്ടപ്പെടുത്തുകയാണെന്നാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിനോ മദ്യത്തിലോ പ്രശസ്തിയോടോ ബാഹ്യ സൗന്ദര്യത്തോടുമുള്ള അമിതാസക്തിയിലോ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാവില്ല, പാപ്പ ഓർമ്മിപ്പിച്ചു. അമേരിക്കയിലെ സെറ്റ്യൂബെൻവയിൽ വേനൽക്കാല യുവജന സമിതിയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. ലിയോ 14 പാപ്പ പെറുവിലെ 5 നഗരങ്ങൾ സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് ജോസ് മരിയ ബരാക്കാസ. പാപ്പ പെറുവിലെ 5 നഗരങ്ങൾ സന്ദർശിക്കുമെന്ന് മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടുകളെ ശരിവെച്ചുകൊണ്ടായിരുന്നു പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. നവംബർ ആദ്യ വാരത്തിലാണ് പാപ്പയുടെ പെറു സന്ദർശനം. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ മധ്യത്തോടെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. തിരുഹൃദയ മാസാചരണം പ്രമാണിച്ച് മെക്സിക്കോയിലെ റോഡുകൾ തോറും തിരുഹൃദയത്തിന്റെ ബോർഡുകൾ. തിരുഹൃദയ മാസാചരണത്തിന്റെ ഭാഗമായി വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പങ്കിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ജൂൺ മാസം സുവർഗ പ്രേമികൾ പ്രൈഡ് മാസമായി ആചരിക്കുമ്പോൾ അതിന്റെ മറുപടി എന്ന നിലയിലാണ് ജൂൺ മാസത്തിൽ തിരുഹൃദയ ബോർഡുകൾ തെരുവുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജൂൺ മാസം സുവർഗ പ്രേമികൾ പ്രൈഡ് മാസമായി ആചരിക്കുമ്പോൾ അതിന് മറുപടി എന്ന നിലയിലാണ് ജൂൺ മാസത്തിൽ തിരുഹൃദയ ബോർഡുകൾ തെരുവുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ഒരു കാലത്ത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സംഘടിതമായ രീതിയിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. കോങ്കോയിൽ വൈദികർ, സിസ്റ്റേഴ്സ് എന്നിവരുൾപ്പെടെയുള്ളവരുടെ ജീവിതം ആശങ്കയുടെ നിഴലിലാണ് കഴിയുന്നത്. ജീസസ് യൂത്തിന് ആദ്യകാല കോർഡിനേറ്ററും ആനിമേറ്ററുമായിരുന്ന ഫാദർ എബ്രഹാം പള്ളിവാതുക്കൽ SJക്ക് പ്രിയപ്പെട്ടവർ കണ്ണീരോടെ വിട നൽകി. ഈ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു 86-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന്റെ 40-ലധികം രാജ്യങ്ങളിലേക്ക് വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാസികയായ സ്നേഹസേനയുടെ ഡയറക്ടർ, ധ്യാനഗുരു, ജെസ്യൂട്ട് സുപ്പീരിയർ, റെക്ടർ, അഡ്മിനിസ്ട്രേറ്റർ, ഇടവക വികാരി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം.